എനിക്ക് പേളി മണി ഒരുപാട് കാലത്തിന്റെ ആഗ്രഹമാണ് ഇപ്പൊ. നമ്മളെന്ത് എന്തിനാ പോണേ? പേളി മണീനെ കാണാൻ. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി, പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. എന്തായാലും നമുക്ക് പേളീനെ കണ്ടിട്ട് വരാം. ഒരുപാട് കാലത്തിന്റെ ആഗ്രഹമാണ് ഇപ്പൊ സാധിക്കാൻ പോണത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ടി വിയിലൊക്കെ കണ്ട ഒരാള്, യൂട്യൂബിലൊക്കെ കണ്ട ഒരാളെ നേരിട്ട് കാണാൻ പറയുന്നത്. യെസ്, സ്റ്റോറീസിൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയാണ് പേളി കോഴിക്കോട് വന്നത്. അപ്പോൾ ഇതായിരുന്നു ജനക്കൂട്ടം. പേളി വരാനായ സമയത്ത് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ മാനിഫെസ്റ്റിനെ കാണാൻ പോവുകയാണ്. പേളി വരുന്നവരെ നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോറീസിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കലോത്സവ വിന്നറായ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവർ അടിപൊളിയായി പ്ലേ ചെയ്തു. നമ്മുടെ നമ്മളോടൊപ്പം ഇവിടെ നമ്മുടെ സ്റ്റോറീസിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വെൽക്കം ചെയ്യാം. ടീച്ചറാണോ? ചോദിക്കാൻ പാടില്ലായിരുന്നു. മാത്സിന്റെ ടീച്ചറാണോ? അല്ല, എൽ പിയിലാണ്. ഏതൊക്കെ സബ്ജക്ട് എടുക്കുന്നുണ്ട്? മാത്സ്, മലയാളം. മാത്സിന്റെ ടീച്ചറാണോ? ഞാൻ പാടില്ലാന്ന് പറഞ്ഞു. എല്ലാ സബ്ജക്റ്റും എടുക്കണം, അതിൽ കണക്കുണ്ട്. എന്നാലും കുഴപ്പമില്ല അല്ലേ? ഓക്കെ, ആൻസർ പറയാം നമുക്ക്. 20. അതെല്ലാവർക്കും 19 ആണല്ലോ കിട്ടുക. ഇതെങ്ങനെ കണ്ടുപിടിച്ച് 20 അത് ഓൾറെഡി കുറേ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഓഹോ, കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടൊന്നും അല്ല, എനിക്ക് ആദ്യമേ ഉത്തരം അറിയാവുന്നത്. സോ എല്ലാവർക്കും 19 കിട്ടുക. 99-ലെ ഒരു 9 എല്ലാവരും മിസ് ചെയ്യാറുണ്ട്. ആൻഡ് നമുക്കത് കൊടുക്കട്ടെ. യെസ്, നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ് ആണ്. അശ്വിൻ, പ്ലീസ് ജോയിൻ. ഹാൻഡ് ഓവർ ദി ഗിഫ്റ്റ്. നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ടീച്ചറാണോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഉത്തരം പറയിക്കാം അല്ലേ? ഓക്കെ. നേരത്തെ ഞാൻ ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഹലോ, മേക്ക് സം നോയ്സ് ഗയ്സ്. ലെറ്റ്സ് വെൽക്കം ചേച്ചിയും ശ്രീനിഷ് ചേട്ടനെയും കൂടെ നമ്മൾ ഇതാ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള സമയമായിരിക്കുകയാണ്. ഒരു മ്യൂസിക്കും പ്ലേ ആവുമോ പ്ലീസ്? സ്വന്തം പേളി ചേച്ചി. പേര് പറയുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം. താങ്ക് യു ചേച്ചി. അപ്പൊ എവിടുന്നാണ് ഈ ലൈറ്റ് അടിക്കുന്നത് ചോദിക്കട്ടെ ചേച്ചി? ഇങ്ങോട്ട്. ഞാൻ ആക്ച്വലി ഒരു ഡയറ്റിലായതുകൊണ്ട് ഒരു ലൈറ്റ് ആയിട്ട് ഒരു ചിക്കൻ ബിരിയാണി, രാവിലെ ഇടിയപ്പവും നല്ല ഫിഷ് മോളിയും ഇത്രയൊക്കെ ഞാൻ കഴിച്ചു. ലൈറ്റ് ആയിട്ട് ഇത്രയൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ബിക്കോസ് നമ്മൾ ജീവിക്കുന്നതൊക്കെ കഴിക്കാനല്ലേ ഗൈസ്? അപ്പം വയറ് നിറയെ കഴിക്കുക, മനസ്സ് നിറയെ ചിരിക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക, സ്റ്റോറീസിൽ വന്നിട്ട് ഷോപ്പിംഗ് ചെയ്യുക. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. സ്റ്റോറീസിന് കുറെ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. അതിന് മുൻപ് ഇവിടെ ഈ ഇയർ 2000 എങ്ങനെ ഉണ്ടാവണം? ഞങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടാവും? എനിക്ക് അഡ്വൈസ് ഞാൻ അറിയില്ല ഗൈസ്. എനിക്ക് കുറച്ച് അഡ്വൈസ് നിങ്ങൾ തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. 2026 എല്ലാ വർഷവും തുടങ്ങുമ്പം അത് അടിപൊളിയായിരിക്കണം. മെയിനായിട്ട് ഞാൻ ഇത്രേ ആലോചിക്കാറുള്ളൂ, ഹാപ്പി ആയിരിക്കണം. നമ്മളിപ്പം കുറേ പൈസയുണ്ട്, കുറേ കാറുണ്ട്, ബംഗ്ലാവുണ്ട്, എല്ലാം ഉണ്ടായിട്ട് സന്തോഷമില്ലെങ്കിൽ പോയില്ലേ? സോ മെയിനായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ലൈഫിൽ നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ നിന്ന് തുടങ്ങുക. ആൻഡ് അത് ഇഷ്ടപ്പെട്ട് ആ ഒരു ഏരിയയിൽ ജീവിക്കുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ശ്രീനിഷേട്ടന്റെ സന്തോഷം ഒന്നും ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ട് കാണാൻ പറ്റാന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. And I just want to say ഈ ഒരു മൊമെന്റിൽ താങ്ക് യു ടു സഹിരക്ക, ബിക്കോസ് ഹി ഈസ് ദ റീസൺ വൈ ഇന്ന് ഞങ്ങൾക്ക് ഈ ഒരു വേദിയിൽ നിങ്ങളുടെ താങ്ക് യു സർ. ആൻഡ്
സന്തോഷം അറിയിക്കാൻ പറ്റുമോ? സന്തോഷം പിന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഹലോ, അപ്പം നിങ്ങൾ എൻ്റെ ഈ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ സൗണ്ട് പോയി. ഞാനൊരു പേളി മണി ഫാനാണ്. ഞാനൊരു 10ാം ക്ലാസ് മുതൽ പേളി മണി ഫാനാണ്. അങ്ങനെ ഇപ്പം എൻ്റെ ആ ഒരു ആഗ്രഹം നടന്നു കിട്ടി. ഇന്നലെ മുതൽ എൻ്റെ മുഖത്ത് ചിരി പോയിട്ട് എൻ്റെ ഇവിടെ 2 സൈഡും വേദനയ്ക്കുണ്ട്. ഞാൻ അത്രയോ ആഗ്രഹിച്ച ഒരാളെയാണ് ഞാൻ നേരിട്ട് കാണുന്നത്. മാനിഫെസ്റ്റ് ചെയ്തിട്ട് എന്താ പറയുക, എന്നെ പഠിപ്പിച്ചു മാനിഫെസ്റ്റ് ചെയ്യാൻ. ആ പഠിപ്പിച്ച ആൾ നമ്മൾ നേരിട്ട് കാണുക. അയ്യോ, സ്പീച്ച്ലെസ്സാണ് ഞാൻ. ഒരു ഫോട്ടോ എടുക്കണമെന്ന് പോലും ഞാൻ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ തിരക്കുണ്ടാവും ഒക്കെ എനിക്കറിയാം. എന്നാൽ നേരിട്ടിട്ട് എൻ്റെ കണ്ണ് കുളിർക്കെ ഞാൻ ആഗ്രഹിച്ചൊരാളെ കാണുക ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് എനിക്കൊരു സിറ്റുവേഷൻ കിട്ടി. എന്നെ ഒരാൾ വളരെ രീതിയിൽ ഹെൽപ്പ് ചെയ്തു. ആളെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പം ആ ആൾ കാരണം എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റി. ഫോട്ടോ എടുത്തു. പിന്നെ ഞാൻ ഇമോഷണലായി കരഞ്ഞു. ഷീ ഹഗ്ഡ് മീ, ഷീ വൈപ്ഡ് മൈ ടീയേഴ്സ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതെൻ്റെ ഹാപ്പിയസ്റ്റ് മൊമെൻ്റ്, എൻ്റെ ലൈഫിലൊരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ്. അത് കഴിഞ്ഞു വീട്ടിലെത്തി ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തു സ്റ്റോറി ആയിട്ട്. അത് കഴിഞ്ഞ് പേളി അത് റീപോസ്റ്റ് ചെയ്തു. ഇത് കണ്ടപ്പോൾ ഞാൻ ഒക്കെ കൂടി എന്താ സംഭവിക്കുന്നത് അതുപോലും എനിക്ക് അറിയുന്നില്ല. പേളി ആ ഫോട്ടോ റീപോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പേളിക്ക് മെസ്സേജ് അയച്ചു. വർഷങ്ങളുമായിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. പേളി റിപ്ലൈഡ്. എനിക്ക് റിപ്ലൈ അയച്ചു. ആ റിപ്ലൈ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങളും നടക്കുമ്പോൾ ഇങ്ങനെ കവിളിൽ തട്ടി ഇത് ഒറിജിനലാണോ അല്ലെ ഇത് സത്യമാണോ ഇല്ലേ ഒന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ. താങ്ക് യു ഗോഡ് എന്നല്ലാണ്ട് എന്താ പറയുക എനിക്കറിയില്ല. ഷീ മെസ്സേജ്ഡ് മീ, എന്നെ മനസ്സിലായി. താങ്ക് യു പേളി മണി, താങ്ക് യു സോ മച്ച്, താങ്ക് യു ഗോഡ്. ഞാൻ അത്രയ്ക്കും ആഗ്രഹിച്ച ഒരാളാണ് കാണാൻ. ഞാൻ കൺകുള്ളിറുക്കെ ഞാൻ കണ്ടു പേളി മണിയെ. കൺകുള്ളിറുക്കെ എൻ്റെ കണ്ണൊന്ന് അടച്ചാൽ പോലും പേളി മണീനെ ഞാൻ കാണുന്നത്. കാരണം എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഒരിക്കലെങ്കിലും പേളി മണീനെ കാണണം. ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ജസ്റ്റ് ട്രെൻഡിങ് ആണ്. അതിൽ ഞാൻ ഒരു AI വെച്ചിട്ട് ഞാനും പേളിയും കൂടിയുള്ളൊരു ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ കോഴിക്കോട് വരുമ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റുമോ മോളെ എന്നുള്ള രീതിയിൽ. ഇറ്റ് വാസ് ജസ്റ്റ് എ റീൽ. പക്ഷേ അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് പേര് മെസ്സേജ് നീ കണ്ടോ നിൻ്റെ ആഗ്രഹം നടന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് അതൊരു ജസ്റ്റ് എഡിറ്റ് ചെയ്ത സാധനം മാത്രം. എനിക്കങ്ങനെ പറ്റുമോ, കാണാൻ പറ്റുമോ? ആൻഡ് ഫൈനലി അത് നടന്നു. ഓ മൈ ഗോഡ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. പേളീൻ്റെ ഒരുപാട് ആരാധകരുണ്ടെന്നറിയാം. അതിലൊന്നാണ് ഞാനെന്ന് എനിക്കറിയാം. എന്നാലും ഞാനത് നേടിയെടുത്തു. താങ്ക് യു സോ മച്ച്.